ബ്രിട്ടനിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിസ അപേക്ഷകർക്കുള്ള ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ കടുകട്ടിയാക്കി ബ്രിട്ടീഷ് സർക്കാർ. സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്നാണ് പരീക്ഷയുടെ പേര്. ആഭ്യന്തര വകുപ്പിന്റെ അംഗീകാരമുള്ള കേന്ദ്രം നടത്തുന്ന പരീക്ഷയുടെ ഫലം നോക്കിയാകും നിപുണരായ തൊഴിലാളികൾക്ക് 2026 ജനുവരി 8 മുതൽ ബ്രിട്ടൻ വിസ നൽകുക. ഇംഗ്ലീഷ് സംസാരിക്കാനും ഗ്രഹിക്കാനും വായിക്കാനും എഴുതാനുമുള്ള ശേഷി പരിശോധിക്കും. നിങ്ങൾക്ക് ഈ രാജ്യത്ത് വരണമെങ്കിൽ ഞങ്ങളുടെ ഭാഷ പഠിച്ചേ തീരൂ എന്ന് ഇതിനുള്ള ബിൽ ചൊവ്വാഴ്ച സഭയിൽ വെച്ച് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് പറഞ്ഞു. മേയിൽ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാക്കിയ കുടിയേറ്റ ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബില്ലിലുള്ളത്. ഇതനുസരിച്ച് ഗ്രാജുവേറ്റ് റൂട്ട് വിസ കാലം നിലവിലെ 2 വർഷത്തിൽ നിന്ന് 18 മാസമായി കുറയ്ക്കും. 2027 ജനുവരി 1 ഇത് നടപ്പാക്കും. ബിരുദാനന്തരം തൊഴിൽ തേടി വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ തങ്ങാൻ അവസരം നൽകുന്ന വിസയാണിത്. അതേസമയം PhD ബിരുദക്കാർക്കുള്ള ഗ്രാജുവേറ്റ് റൂട്ട് വിസ സമയപരിധി 3 വർഷം തന്നെയായിരിക്കും. വിദ്യാർത്ഥി വിസകൾക്കുള്ള സാമ്പത്തിക ഉപാധികളിലും മാറ്റം വരും. പഠനത്തിനാവശ്യമായ തുക കയ്യിലുണ്ടെന്ന് വിദേശ വിദ്യാർത്ഥികൾ ഉറപ്പാക്കണം. ലണ്ടനിൽ നിലവിൽ മാസം 1483 പൗണ്ടാണ് ഈ തുക. ഇത് 1529 പൗണ്ടാക്കും. ബ്രിട്ടന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് മാസം 1171 പൗണ്ടാക്കും. വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന ബ്രിട്ടീഷ് തൊഴിലുടമകൾ നൽകേണ്ട നികുതിയായി ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് 32% ഉയർത്തും.